നമുക്ക് റിഫ്യൂജി ട്രെയിൻസ് വഴിയും കാളവണ്ടി വഴിയും കാൽനടയായിട്ടാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. ഈ പോയ സമയത്തും അതിനു മുമ്പുമൊക്കെ പഞ്ചാബ് പ്രദേശത്തും ബംഗാളിലും വളരെ രീതിയിലുള്ള വർഗീയ കലാപങ്ങളുണ്ടായി. ആ പഞ്ചാബിൽ സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിത്തല്ലും വെട്ടും കൊലപാതകവും റേപ്പും ഒക്കെ ഭയങ്കരമായിട്ട് നടന്നു. ഏകദേശം 1.5 കോടിയിൽ കൂടുതൽ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയെന്നും അതുപോലെ 20 ലക്ഷത്തിന് മുകളിൽ ആളുകൾ മരിച്ചു എന്നാണ് അന്നത്തെ കണക്കുകൾ പറയുന്നത്. അന്നത്തെ കണക്കുകളാണ്, ഓർക്കണം. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല, അതിൽ കൂടുതലായിരിക്കും, അതിൻ്റെ ഇരട്ടി ആളുകളായിരിക്കും ഇവിടെ മരണപ്പെട്ടിട്ടുള്ളതും ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കണം. ബംഗാളിൽ ആ ഭാഗത്ത് കൽക്കത്തയിൽ കലാപം, അതുപോലെ നവഹാലി എന്ന് പറയുന്ന അന്നത്തെ ബംഗാൾ, ഇന്നത് ബംഗ്ലാദേശിലാണ്, ആ സ്ഥലത്തൊക്കെ വളരെ വലിയ കൂട്ടക്കൊലകളാണ് നടന്നേക്കുന്നത്. ഇതാര് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ലടേ. പറയുന്നവനെ വർഗീയവാദിയാക്കുകയും പറയുന്നവനെ മോശക്കാരനാക്കി മാറ്റുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ഇന്നുള്ളത്. ഇന്നത്തെ ജനറേഷന് എല്ലാം വിരൽത്തുമ്പിലാണ്. നോക്കണം, നോക്കി പഠിക്കണം. കാര്യം ഇനിയൊരു പാർട്ടീഷൻ നമ്മൾ നേരിടേണ്ടി വരരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നും ചരിത്രത്തിൽ നിന്ന് നമ്മൾ കുറച്ചധികം പഠിച്ചിരിക്കണം.